ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മോഡസില. അങ്ങനെ നമ്മുടെ ഗിവ് എവേയുടെ വിന്നേഴ്സ് ആരാന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണെന്ന് കൂടി നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ എൻ്റെ ചോദ്യം ഇതായിരുന്നു: ഈ ലേറ്റസ്റ്റ് ആയിട്ട് കളക്ട് ചെയ്ത 5 കാർഡ്സിൽ എനിക്ക് കിട്ടിയേക്കുന്ന നിധി ഏതാണ്? ഏകദേശം ഒരു 300 മേളിൽ കമൻറ്റ്സ് നമുക്ക് കിട്ടിയിരുന്നു. പക്ഷേ അതിലൊരു 42 കമൻറ്റ്സ് ആയിരുന്നു കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ വേറൊന്നുമല്ല, നിസാൻ സ്കൈലൈൻ GTR BNR 34. എന്തുകൊണ്ടാണ് ഈ ഒരു വണ്ടി ഈ കൂട്ടത്തിൽ എനിക്ക് റിയൽ ട്രഷർ ആയതും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. വേറൊന്നുമല്ല, നിസാൻ സ്കൈലൈന് ഓൾറെഡി, അതായത് അത് ഒരു അന്യായ ഫാൻ ബേസാണ് ഈ ഒരു വണ്ടിക്ക് ഗ്ലോബലി ഉള്ളത്. അതുമാത്രമല്ല, അത് പണ്ട് തൊട്ടേ ഏകദേശം ഒരു 1960 ടൈമിലെങ്ങാണ്ടാണ് ഈ വണ്ടി ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യണത്. ആ സമയം തൊട്ട് ഇതിൻ്റെ പല വേരിയൻറ്റ്സ് വന്നിട്ടുണ്ട്. അതിൽ ഈ R34 എന്ന് പറഞ്ഞ മോഡലാണ് അവരുടെ നിസാൻ സ്കൈലൈൻ ഏറ്റവും കൂടുതൽ വിറ്റ് പോയേക്കുന്നത്. കാരണം എന്ന് പറയുന്നത്, ഈ ടു ഫാസ്റ്റ് ടു ഫ്യൂരിയസിലും ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 4ലും കൊണ്ടുവന്ന് പോൾ വാക്കർ കൊണ്ടുവന്നതിന് ശേഷമാണ് ഈ വണ്ടി ഇത്രയും സെയിൽ ആവാനുള്ള കാരണം. ഒരു ഫിലിമിൽ വന്നുകൊണ്ട് മാത്രമല്ല ഈ വണ്ടി ഇത്ര ഫേമസ് ആയത്. ഇതിന് ഭയങ്കര ഹിസ്റ്ററിയും കൂടിയുണ്ട്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല, അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഈ വണ്ടി ഹോട്ട് വീൽസ് ഏതാനും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അവർ ഇതിൻ്റെ ഒരു ഫസ്റ്റ്, അതായത് ഈ 1:64 റേഷ്യോയിലുള്ള സിംഗിൾ പീസ് അവർ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത്. ഈ വണ്ടി ലോഞ്ച് ചെയ്ത ഉടനെ ചൂടപ്പം പോലെ വിറ്റുപോയി. അതായത് ഈ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സെഗ്മെൻറ്റിൽ ഇറക്കുന്ന വണ്ടികളിൽ ആദ്യം സോൾഡ് ഔട്ട് ആവുന്ന, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്ന ഒരൊറ്റ വണ്ടി ഈ നിസാൻ സ്കൈലൈൻ ആയിരിക്കും. അതിനുശേഷമാണ് സുപ്രയും മറ്റു വണ്ടികളെല്ലാം വരുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ വന്നേക്കുന്ന ഉത്തരം ഈ ടൊയോട്ട സുപ്രയും അതുപോലെ തന്നെ ഈ ഫോർഡ് എസ്കോർട്ട് വരുന്നു. ചിലവരുടെ വ്യൂവിൽ നോക്കുമ്പോൾ സുപ്രയാണ്, അതായത് നമ്മളിപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വരുന്ന ആൻസർ ചിലപ്പോൾ സുപ്രയാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ നിലവിലുള്ളതിൽ ഞാൻ 1-2 സ്ഥലത്ത് സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് സുപ്രയാണ്. പക്ഷേ അതിന് റീസൺ എന്ന് പറയുന്നത് സുപ്രയ്ക്ക് ഭയങ്കര ഫിനിഷിംഗ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഫിനിഷിങ്ങും ഇല്ലാഞ്ഞിട്ട് കൂടി നിസാൻ സ്കൈലൈൻ്റെ മുമ്പത്തെ ഹോട്ട് വീൽസ് ഇറക്കിയ മോഡൽസ് എല്ലാം തന്നെ വരുമ്പോൾ തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുമായിരുന്നു. ഇത് മാത്രമല്ല, ഇത് മേടിച്ച് വെക്കുന്നവർ, അതായത് 4-5 പീസൊക്കെ വെച്ച് മേടിച്ച് വെക്കുന്നവരുണ്ട്. എന്നിട്ട് ഇവരിത് eBay പോലത്തെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് ഇട്ട് മറിച്ച് വിൽക്കും. അതെന്ന് പറയുന്നത് ഭയങ്കര റേറ്റിനായിരിക്കും വിൽക്കുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഈ ഒരു വണ്ടി നമ്മുടെ നാട്ടിൽ ആമസോണിൽ കിടക്കുന്ന പ്രൈസ് 19,000 ആണ്. അത് ഇടയ്ക്ക് 12,000 വരാറുണ്ട്. അതിങ്ങനെ മാറി മാറി വരും. അതായത് മോഹവിലയാണ്. ആ സെല്ലറിൻ്റെ മനസ്സിലുള്ള വില അങ്ങോട്ട് ഇടുകയാണ്. അത് ഇഷ്ടമുള്ളവർ വാങ്ങും. എന്നാൽ ആ വണ്ടിക്കൊന്നും അത്ര ഫിനിഷിംഗ് ഇല്ല. എന്നിട്ടും അത് മേടിച്ചവരുണ്ട്. എൻ്റെ റിവ്യൂസൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ അതിലും കുറഞ്ഞ റേറ്റ് 4,000 5,000 കിടക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. കാരണം ഇത് പ്രൈസ് കുറഞ്ഞ് വന്നാൽ അപ്പം തന്നെ അത് സോൾഡ് ഔട്ട് ആവും. ഈ ഹോട്ട് വീൽസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ, ഇപ്പോൾ റീസെൻ്റ്ലി ആണ് നമ്മുടെ നാട്ടിൽ ഇത് ട്രെൻഡ് ആയത്. പക്ഷേ ഇത് ഗ്ലോബലി പണ്ട് തൊട്ടേ ട്രെൻഡിങ് ആണ്. അത് പഴയ കളക്ടേഴ്സൊന്നും ഇതൊന്നും പുറത്ത് കാണിക്കില്ലായിരുന്നു. അവരെല്ലാം സൈലൻറ്റ് കളക്ടേഴ്സ് ആയിരുന്നു. അവർക്കിതറിയാം ഈ നിസാൻ സ്കൈലൈൻ്റെ വില എന്താണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് കാര്യമായിട്ട് അറിയില്ല. ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 ഇയർ ആയിട്ടുള്ളൂ. പക്ഷേ ഈ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ അന്വേഷിക്കുന്ന ഒരു വണ്ടിയായിരുന്നു ഇത്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൻ്റെ ഒരു സീരീസ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഇതിൻ്റെ സിംഗിൾ പീസ് അന്വേഷിച്ച് നടക്കുകയായിരുന്നു. പക്ഷേ ഷോപ്സിലൊന്നും കിട്ടാനില്ല. പിന്നെ ഓൺലൈൻ ഉള്ളതാണെങ്കിൽ തന്നെ ലാസ്റ്റ് ലോഞ്ച് ചെയ്ത് 2021 മോഡൽ എങ്ങാണ്ടായിരുന്നു. ഭയങ്കര പ്രൈസ് ആയിരുന്നു. അത്രയും വില കൊടുത്ത് എടുക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു. എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ വെയിറ്റ് ചെയ്തു. അങ്ങനെയാണ് ഈ 2025 ഈ സിൽവർ സീരീസ് ഇറങ്ങാൻ പോകണമെന്ന് ഞാൻ അറിഞ്ഞതും ഇത് ഞാൻ വെയിറ്റ് ചെയ്തു ഓൺലൈനിൽ വരാനായിട്ട്. അങ്ങനെ ഓൺലൈനിൽ വന്ന് ഞാൻ ജാനുവരിയാണ് ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് പറഞ്ഞത്. അതിൽ 90 ഡേയ്സ് മുമ്പ് ഞാൻ പ്രീ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്ത് ക്യാഷ് എല്ലാം കൊടുത്തിട്ട്, എനിക്കൊരു ഉറപ്പില്ല കിട്ടും എന്നുള്ള കാര്യത്തിൽ. എന്നിട്ടും വെയിറ്റ് ചെയ്ത് നിന്ന് കിട്ടിയതാണ് ഈ മോഡൽസ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സ്കൈലൈൻ്റെ ഒരു 4 മോഡൽസും പ്ലസ് 2 കൂടി ഇനി വരാനുണ്ട്. ഇതെല്ലാം കളക്ട് ചെയ്ത് വെക്കുകയാണ്. കാരണം ഞാനിത് ഒരു വർഷം മൊത്തം ഞാനിതിന് പുറകെ നടന്ന് എനിക്കൊരു റീസണബിൾ പ്രൈസിന് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാനിത് മേടിച്ച് വെച്ചത്. ശരിക്കും പറഞ്ഞാൽ ഈ 4 വണ്ടി വിറ്റാൽ തന്നെ എൻ്റെ കയ്യിലുള്ള എല്ലാ ഹോട്ട് വീൽസിൻ്റെയും ഡൈകാസ്റ്റ് കളക്ഷൻസിൻ്റെ പൈസ എനിക്ക് മുതലാക്കാൻ പറ്റും. ഇനി MK4നും ഫോർഡ് എസ്കോർട്ടും അല്ല ട്രഷറിന് കാണിക്കാനുള്ളതിൻ്റെ ഒരു റീസൺ കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിലവിലുള്ള സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ ഇതിപ്പോൾ ഓൺലൈനിൽ ഒരുപാട് അവൈലബിൾ ആണ്. അതായത് ഈ ഹോട്ട് വീൽസിൻ്റെയൊക്കെ മെയിൻ ബ്രാൻഡായിട്ടുള്ള മെറ്റൽ അവരിറക്കിയതിന് ശേഷം ഇത് വെക്കുന്ന റീറ്റെയിലേഴ്സ് ഇത് പിന്നെ വിൽക്കാനിടുന്നത് കൂടിയ പ്രൈസിനാണ്. അതിൽ തന്നെ നിസാൻ സ്കൈലൈനായിരിക്കും ഏറ്റവും പ്രൈസ് കൂടിയതും. പിന്നെ നിങ്ങൾക്ക് ആ ലിസ്റ്റൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം, ഈ ഇമേജിൽ നിങ്ങൾക്കത് വ്യക്തമായിട്ട് കാണാം. അതായത് ഓരോന്നിൻ്റെ ഞാൻ പ്രൈസ് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഫോർഡ് എസ്കോർട്ടൊന്നും ഒരു ട്രഷർ അല്ലെന്ന് കാണിച്ചതാണ് അതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് തന്നെ. പിന്നെ അതിനകത്ത് ചില സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് ബ്ലേഡായിട്ട് കാണാം. അതിൻ്റെ അർത്ഥം അതൊക്കെ മറ്റേതെല്ലാം സോൾഡ് ഔട്ടായി, ഫോർഡ് എസ്കോർട്ട് മാത്രം സോൾഡ് ഔട്ട് ആയിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് അത് ട്രഷറായിട്ട് നമുക്ക് കണക്കൂട്ടാൻ പറ്റാത്തത്. വണ്ടിയൊക്കെ നല്ലതാണ്, നല്ല ഫിനിഷിംഗ് ഒക്കെയാണ്. രണ്ടും സൂപ്പർ അടക്കം നല്ല ഫിനിഷിംഗ് ഉള്ള വണ്ടികളാണ്. പിന്നെ ഫ്രണ്ട്സ്, എനിക്കൊരു ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്ന ഫസ്റ്റ് വിന്നറിൻ്റെ വീഡിയോ ഒരു ക്ലിപ്പിംഗ് കട്ടിംഗ് ആയിട്ട് തോന്നും. വേറൊന്നുമില്ല, ഞാൻ ഈ കംപ്ലീറ്റ് വീഡിയോ ഞാൻ ഓൾറെഡി ഫിനിഷ് ചെയ്ത് ഇന്നലെ രാത്രി അപ്ലോഡ് ചെയ്തതാണ്. എന്നിട്ട് വിന്നേഴ്സിൻ്റെ കമൻസിൻ്റെ താഴെ വന്ന് ഞാൻ ഡീറ്റെയിൽസ് ചോദിച്ചതുമാണ്. പക്ഷേ അപ്പോഴാണ് ശ്രദ്ധിച്ചത്, ഇതിനകത്ത് ആയ ഫസ്റ്റ് വിന്നർ 2-3 കമൻറ്റ് വന്നിട്ടിട്ടുണ്ട്. അതായത് ഓരോ വണ്ടികളായിട്ട് വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെൻ്റെ ശ്രദ്ധയിൽപ്പെടാണ്ടാണ് ഞാൻ പുള്ളിയുടെ പേര് ആഡ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എന്നാൽ പുള്ളി വിൻ ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പുള്ളീനെ ഞാനത് ഒഴിവാക്കിയിട്ട്
പുതിയൊരു വിന്നറിനെ തിരഞ്ഞെടുത്താണ് ഈ കാണുന്ന ഫസ്റ്റ് ക്ലിപ്പിങ്ങിൽ വരുന്നത്. പിന്നീടുള്ള 3 പേരുടെയും സെയിം തന്നെയാണ്. ഒരു കട്ടിങ്ങും ഇല്ല, കണ്ടിന്യൂഷൻ തന്നെയാണ്. അവർ എലിജിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവരെ മാറ്റിയില്ല. രണ്ടാമത് റീഷൂട്ട് ചെയ്യാനൊന്നും പോയില്ല. ഓക്കെ. അപ്പോൾ ഇനി ഞാൻ ഒരുപാട് വലിച്ചിടുന്നില്ല. നമുക്കിതിൻ്റെ വിന്നേഴ്സിനെ കണ്ടുപിടിക്കാം. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ സ്പിൻ ദ വീലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ കുറച്ച് പേര് 2 ഉത്തരങ്ങൾ വെച്ച് തന്നിട്ടുണ്ട്. പക്ഷേ അവരുടെ എല്ലാം കമൻറ്റിൻ്റെ താഴെ ഞാൻ വന്ന് ചോദിച്ചു ഏതെങ്കിലും ഒരെണ്ണം കൺഫേം ചെയ്യാൻ പറഞ്ഞിരുന്നു. കാരണം അവരുടെ എല്ലാത്തിലും നിസാൻ സ്കൈലൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആരും എനിക്ക് റിപ്ലൈ തന്നിട്ടില്ല. അതുകൊണ്ടാണ് അവരൊന്നും തിരഞ്ഞെടുക്കാൻ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റാത്തത്. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതുപോലെ തന്നെ മനസ്സിലുണ്ടായിരുന്നിട്ട് സുപ്ര എഴുതിയവർക്കൊക്കെ ഇപ്പോൾ മണ്ടന്മാരാവില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അവരെ ആഡ് ചെയ്യാത്തത്. ഞാൻ പിന്നെ ഇത് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒരു ഉത്തരം പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക, ഒറ്റ കമൻറ്റ്. അപ്പോൾ നിങ്ങൾക്കിത് ചെക്ക് ചെയ്യാം. ഇവിടെ താഴെ എല്ലാവരും പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ സിംഗിൾ കമൻറ്റാണ് ഇട്ടേക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം നിങ്ങളുടെ പേരുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വിന്നറിനെ തിരഞ്ഞെടുക്കാം. നമ്മളെ ഗിവ് അവേ വീഡിയോയിൽ കാണിച്ച പോലത്തെ ഒരു ഓർഡർ അനുസരിച്ചായിരിക്കും നമ്മൾ കൊടുക്കാൻ പോകുന്നത് കാറുകൾ. ഫസ്റ്റ് നിസാൻ 35 GT ആണ്. ഫസ്റ്റ് വിന്നർ ഇതാണ്. കൺഗ്രാറ്റ്സ്. അപ്പോൾ നമുക്കിനി അടുത്ത പേര് റിമൂവ് ചെയ്തിട്ട് അടുത്ത വിന്നറിനെ നോക്കാം. ഇടയ്ക്ക് പുറകിൽ പടക്കം പൊട്ടുന്ന സൗണ്ട് കേൾക്കാം കേട്ടോ. അത് ഈ ന്യൂ ഇയറിൻ്റെയാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് വിന്നറിനെ നോക്കാം. കിട്ടാൻ പോണത് ഫോർഡ് മസ്റ്റാങ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് വിന്നർ. ഇവരൊന്നും പേര് ഞാൻ വായിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ ആ കാണുന്ന പേരൊന്നും കറക്റ്റ് ആയിരിക്കില്ല. ഇത് വായിച്ച വേറെ പലതും ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പേര് വായിക്കുന്നില്ല. ഇനി നമ്മുടെ തേർഡ് വിന്നറിനെ കണ്ടുപിടിക്കാം. തേർഡ് പ്രൈസ് എന്ന് പറയുന്നത് തേർഡ് പ്രൈസ് അല്ല, കിട്ടാൻ പോണത് ലാംബോ ഹുറാക്കാനാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് വിന്നർ. ഇനി നമ്മുടെ ഫോർത്ത് വിന്നർ, അതായത് നമ്മുടെ ലാസ്റ്റ് വിന്നറിനെ കണ്ടുപിടിക്കാം. കിട്ടാൻ പോണ പ്രൈസ് ബംബിൾ ബി ആണ്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർത്ത് വിന്നർ. അപ്പോൾ എല്ലാ വിന്നേഴ്സിനും കൺഗ്രാജുലേഷൻസ്. അപ്പോൾ ഇവരെ ഞാൻ കോൺടാക്ട് ചെയ്ത് ഇവരുടെ ഡീറ്റെയിൽസൊക്കെ മേടിച്ചിട്ട് വണ്ടി ഞാൻ അവരുടെ വീട്ടിലെത്തിച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതൊരു ചെറിയ ഗിവ് അവേ ആയിരുന്നു. വേറെ ഇതിൽ അടിപൊളി ഗിവ് അവേ ആയിട്ട് ഞാൻ വരുന്നതാണ് ഇനി. വീണ്ടും കുറച്ച് കാറുകൾ നാട്ടിലെത്തിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗിവ് അവേ വീഡിയോ ആയിട്ട് സഹകരിച്ച എല്ലാവർക്കും വളരെയധികം നന്ദി. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.